അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. വിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. സ്വാഭാവികമായും വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട നോമ്പുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും സാധാരണക്കാരായ ആളുകൾ ഉന്നയിക്കാറുണ്ട്. അതിൽപ്പെട്ട സംശയങ്ങളിൽ ഒന്നാണ് രോഗികളുമായി ബന്ധപ്പെട്ട അവരുടെ നോമ്പിന്റെ വിധി എന്താണ് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ആ വിഷയത്തെ നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞെടുത്ത് തന്നെ അത് ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങൾക്കിതാ നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് അയ്യാമൻ മഅദൂദാത്തിൻ, എണ്ണപ്പെട്ട ചില ദിവസങ്ങളാണ്. ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖറ. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും യാത്രയിലോ അല്ലെങ്കിൽ വല്ല രോഗിയോ ആണെങ്കിൽ പകരമുള്ള ദിവസങ്ങൾ, ആ യാത്രയുടെ സമയങ്ങളിൽ അല്ലെങ്കിൽ രോഗത്തിന്റെ അവസ്ഥയിൽ അവർ നോമ്പ് എടുക്കാതിരിക്കുകയും അതിന് പകരമുള്ള ദിവസങ്ങൾ വേറെ ഏതെങ്കിലും സാധിക്കുന്ന സമയങ്ങളിൽ അത് അവരെടുക്കുകയും ചെയ്യണം. എന്നിട്ട് പറയുന്ന വാക്കുണ്ട് വഅലല്ലദീന യുതീഖൂനഹു, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രം നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകൾ, അവർക്ക് ഫിദിയത്തു ത്വഅമു മിസ്കീനിൻ, ഒരു മിസ്കീനിന്റെ ഭക്ഷണം അവർ ഓരോ നോമ്പിലും ഫിദിയയായി നൽകണം. ഇതാണ് ആ വിഷയത്തിൽ വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രോഗികളായ ആളുകളുടെ നോമ്പിനെ നമുക്ക് രണ്ടായി തിരിക്കാം. രോഗം എന്നുള്ളത് രണ്ട് തരത്തിലാണ്. ഒന്ന്, രോഗം ഭേദമാവാൻ സാധ്യതയുള്ള രോഗം, അഥവാ സുഖപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന രോഗം. രണ്ടാമത്തത്, സുഖപ്പെടുകയില്ല എന്ന് തീർത്ത് ഉറപ്പിക്കാൻ കഴിയുന്ന, അഥവാ നമ്മുടെ മുമ്പിലുള്ള കൃത്യമായ പഠനങ്ങളും മറ്റും അടിസ്ഥാനത്തിൽ രോഗം മാറുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ള രോഗം. ഇത് രണ്ടിനെയും രണ്ട് രീതിയിലാണ് നമ്മൾ സമീപിക്കുന്നത്. സുഖപ്പെടും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവർ നോമ്പ് ഉപേക്ഷിക്കുകയും രോഗാവസ്ഥയിൽ നോമ്പ് ഉപേക്ഷിക്കുകയും, രോഗം മാറുന്ന മുറക്ക്, രോഗം ഭേദപ്പെടുന്ന ശിഫയാകുന്ന മുറക്ക് എപ്പോഴാണോ, അത് ചിലപ്പോൾ ഒരു കൊല്ലം നിൽക്കാം, അതിൽ കൂടുതൽ നിൽക്കാം, മാസങ്ങളാവാം, ദിവസങ്ങളാവാം, അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ അവർക്ക് സാധിക്കുന്നത് ആ സമയത്ത് അവർ ആരോഗ്യവാന്മാരായിരിക്കുന്ന സമയത്ത് നോമ്പെടുത്ത് വിട്ടിയാൽ മതിയാകും, വേറൊന്നും ചെയ്യേണ്ടതില്ല. രണ്ടാമത്തെ വിഷയം, രോഗം സുഖപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്തവരായ ആളുകളാണ്. അത്തരം ആളുകൾക്ക്, പക്ഷെ വാർദ്ധക്യം ഒരു വിഷയമാണ്. അത് വാർദ്ധക്യ സഹജമായ പ്രയാസം കൊണ്ട് പല രോഗങ്ങൾ വന്ന് പിന്നെ നോമ്പെടുക്കാൻ കഴിയുന്ന ആരോഗ്യാവസ്ഥയിൽ നിന്ന് മാറിപ്പോയ ആളുകൾ, അവർക്ക് ആരോഗ്യം തിരിച്ചു വരുന്നില്ല. അതുപോലെയുള്ള, അതല്ലെങ്കിൽ രോഗം സുഖപ്പെടുമെന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള രോഗങ്ങളാണെങ്കിൽ അവിടെ അവർക്ക് ചെയ്യാനുള്ളത് വഅലല്ലദീന യുതീഖൂനഹു ത്വഅമു ഫിദിയത്തു ത്വഅമു മിസ്കീൻ, ഒരു മിസ്കീനിനുള്ള ഭക്ഷണം ഫിദിയായി നൽകുക എന്നുള്ളതാണ്. അതെന്താ അത്തരം രോഗികൾ ചെയ്യേണ്ടത്? തങ്ങൾക്ക് നോറ്റുകൂട്ടാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അവർ നഷ്ടപ്പെടുത്തിയ ഓരോ നോമ്പിന് പകരവും ഒരു മിസ്കീനിന്റെ ത്വഅം, അത് എത്രയാണെന്നുള്ള പല തരത്തിലുള്ള ചർച്ചകൾ പണ്ഡിത ലോകത്ത് നടക്കുന്നുണ്ട്. എത്ര സ്വാണ്, അരസ്വാണ്, 1.25 കിലോ ആണ്, 1 കിലോ ആണ്, പല രൂപത്തിൽ. ഇതൊന്നും വേണ്ട. ഒരു മനുഷ്യൻ സാധാരണ ഭക്ഷണം കഴിക്കുന്നത് എത്രയാണോ ഒരു നേരം, ആ ഭക്ഷണമാണ് ഫിദിയ കൊടുക്കേണ്ടത്. അത് ഭക്ഷണ സാധനങ്ങളായി നമുക്ക് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കുറച്ച് ഇതിന് അവകാശികളായ മിസ്കീനുകളായ ഫക്കീറുകളായ ആളെ വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം പാകം ചെയ്തിട്ട് 30 നോമ്പുണ്ടെങ്കിൽ 30 ആളുകളെ വിളിച്ചിട്ട് അവർക്കുള്ള ഭക്ഷണം പാകം ചെയ്ത് കൊടുത്താൽ മതി. ഖലാസ്, ആ വിഷയം അവിടെ അവസാനിച്ചു. അതല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ആ ഒരു നേരത്തെ ഭക്ഷണത്തിന് എന്തൊക്കെയാണോ വേണ്ടത്, ഒരാൾക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ അതിന്റെ കൂടെയുള്ള സാധനങ്ങൾ മറ്റോ ഒരു കിറ്റായിട്ട് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ സാധനങ്ങളായി തന്നെ കൊടുക്കണം. അവിടെ കൃത്യമായി അവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫിദിയത്തു ത്വഅമു മിസ്കീൻ എന്നാണ്. ഭക്ഷണമായി തന്നെ ഒരു മിസ്കീന്റെ ഭക്ഷണം അത് നൽകുക എന്നുള്ളതാണ്. പിന്നെ അവിടെ വിഷയം കടന്നു വരുന്ന രോഗികളുമായി ബന്ധപ്പെട്ട്, രോഗികളായ ആളുകൾക്ക് ഇൻസുലിൻ യൂസ് ചെയ്യാൻ പറ്റുമോ, ഇൻഹീലർ യൂസ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോമ്പുകാരനായിരിക്കുമ്പോൾ വായിലൂടെ എന്തെങ്കിലും കഴിക്കുകയോ മറ്റോ ചെയ്യുന്നത് നിരോധിക്കപ്പെട്ട വിഷയമാണ്, പാടില്ല. അതേസമയം നമുക്ക് ഭക്ഷണത്തിന് പകരമാവാത്ത തരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ എടുക്കാം. ചിലപ്പോൾ ഉദാഹരണത്തിന് ഫുഡ് കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ആൾക്ക് പോഷണം നൽകുന്ന തരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ ഉണ്ട്. നമ്മൾ സാധാരണ രോഗികളായി പോകുമ്പോൾ ക്ഷീണം പറ്റിയാൽ ഡോക്ടർമാരുടനെ തന്നെ നമ്മിലേക്ക് ഗ്ലൂക്കോസ് കയറ്റും, അല്ലെങ്കിൽ ട്രിപ്പ് ഇടും. അത് സ്വാഭാവികം ഭക്ഷണത്തിന് പകരമാണ്, ദാഹത്തിന് പകരമാണ്. അത് ചെയ്യാൻ പാടില്ല. അതെന്താ? അത് ഭക്ഷണത്തിന് പകരമായി നമുക്ക് പോഷണം നൽകുന്ന വിഷയങ്ങളാണ്. അങ്ങനെയുള്ള രോഗികൾക്ക് ശാരീരികമായ പ്രയാസം, അവർ നോമ്പെടുക്കണം, പിന്നെ നോറ്റ് കിട്ടിയാൽ മതി. അതല്ലാത്ത തരത്തിലുള്ള മരുന്നുകൾ, അത് ഭക്ഷണത്തിന് പകരമാവാത്ത തരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ, ഇത്തരം ഇഞ്ചക്ഷനുകൾ നോമ്പുകാരനായിരിക്കെ എടുക്കുന്നത് കൊണ്ട് പ്രശ്നമല്ല. ബ്ലഡ് പരിശോധനയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിന് പ്രശ്നമില്ല.
ഇൻഹീലർ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ പഠിച്ചിട്ടുണ്ട്, അതിനെ കുറിച്ച് ഫത്വ പറഞ്ഞിട്ടുണ്ട്. അവിടെ പണ്ഡിതന്മാർ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞത്, ഒരു വ്യക്തി ശ്വാസമുട്ടുകാരനാണ്, അയാൾക്ക് അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രയാസം ഉണ്ടാവും, അയാൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്താഴത്തിന് മുമ്പും നോമ്പ് തുറച്ച ശേഷവുമായി അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അതിനിടയ്ക്ക് അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാതെ അത് ഉപയോഗിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണെങ്കിൽ അയാൾക്ക് അത് യൂസ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ വല്ലപ്പോഴും വരുന്ന ശക്തമായ ശ്വാസമുട്ട് പോലുള്ള അവസ്ഥകളിൽ അത് നിരന്തരമായി യൂസ് ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിലോ അയാൾ ആ നോമ്പ് നെക്സ്റ്റ് പിന്നീട് നോമ്പ് എടുത്താൽ മതിയാകും. അപ്പൊ അത് യൂസ് ചെയ്യുന്നത്, ഇൻഹീലർ യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഒരു സ്വാഭാവികമായിട്ടും അത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വായിൽ അതിന്റെ ചില അനുഭവം നമുക്ക് കിട്ടാം, വായിലോ മറ്റോ അത് നമ്മുടെ വായിലോ മറ്റോ അതിന്റെ രുചിയോ മാറ്റമോ നാവിൽ നമുക്ക് അനുഭവപ്പെടും. എന്നിരുന്നാൽ പോലും അത് നോമ്പിനെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതേപോലെ ഇൻസുലിൻ, ഷുഗർ രോഗികളായ ആളുകൾക്ക് ഇൻസുലിൻ എടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രയാസം ഉണ്ടാക്കും. അത് അവരുടെ ഷുഗറിന്റെ ലെവൽ പറ്റ തായാനും അപകടമുണ്ടാക്കാനും കാരണമാവും. അപ്പോൾ നോമ്പുകാരനായിരിക്കുന്ന സമയത്ത് അത് എടുക്കൽ നിർബന്ധമാണെങ്കിൽ അവർക്ക് എടുക്കാവുന്നതാണ്. അത് ഭക്ഷണത്തിന് പകരമല്ല, അതുകൊണ്ട് തന്നെ അത് അവരുടെ നോമ്പിനെ ബാധിക്കുന്ന വിഷയമല്ല. എന്നാൽ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് അവർക്ക് അത്താഴത്തിന് മുമ്പും നോമ്പ് തുറന്നതിന് ശേഷം ആ സമയത്തായിട്ട് അത് അതിനെ ആ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കൂടുതൽ ഉത്തമം. നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.